നമസ്കാരം. ഒറ്റ ചിത്രം, മുഖ്യമന്ത്രിയുടെ ഈ ഒറ്റ ചിത്രം ചരിത്രത്തിലേക്കാണ് ഈ ചിത്രം നടന്നു കയറിയത്. ആദ്യം കണ്ട മാത്രയിൽ തന്നെ ആ കപ്പിലെ വാചകങ്ങൾ ഉള്ളിൽ മനസ്സിലാക്കിയവർക്ക് മറക്കാനാകില്ല ആ ചിത്രം. MLA ആയി, ജനപ്രതിനിധിയായി, യുവാവായി ജനങ്ങളുടെ ഇടയിൽ പുളച്ചു നടന്ന ഒരാൾ. അയാളെ വിശ്വസിച്ച കുറേ പെൺകുട്ടികൾ നേരിട്ട അതിക്രമങ്ങളുടെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അയാൾക്കെതിരായ അല്ലെങ്കിൽ അയാളുടെ അതിക്രമങ്ങളെ അതിജീവിച്ചവർക്കൊപ്പമുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമായി മാറി ഈ കപ്പ് ചായയും പിടിച്ചുള്ള ഇരിപ്പ്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. വീണ്ടും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് തന്നെ പറയേണ്ടി വരികയാണ്. അത്രമാത്രം ആകുലപ്പെടുത്തുന്നതാണ് സംഭവ വികാസങ്ങൾ. വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം ഈ വാചകങ്ങളെക്കുറിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ ഗർഭഛിദ്ര പരാതി നൽകിയ ധീരയായ അതിജീവിതയുടെ വിങ്ങുന്ന വാക്കുകളായി നമ്മളിലേക്ക് എത്തിയതാണിത്. അവർ അറസ്റ്റ് നടന്ന ദിവസം ഫേസ്ബുക്കിൽ കുറിച്ച വിങ്ങുന്ന വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: ഏറ്റവും പ്രിയപ്പെട്ട ദൈവമേ, എല്ലാ വേദനകളും വിവേചനങ്ങളും വഞ്ചനകളും സഹിച്ച് സ്വയം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം തന്ന അങ്ങേക്ക് നന്ദി. ഇരുട്ടിലെ പ്രവൃത്തി എന്ത് എന്ന് നീ കണ്ടു. ലോകം കേൾക്കാത്ത നിലവിളിയും നീ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചെടുത്തപ്പോഴും നീ ഞങ്ങളെ ചേർത്തു പിടിച്ചു. തെറ്റായ പുരുഷനെ വിശ്വസിച്ചതിന്, പിതാവാകാൻ യോഗ്യതയില്ലാത്തയാളെ തെരഞ്ഞെടുത്തതിന് സ്വർഗത്തിലിരുന്ന് ഞങ്ങളുടെ മാലാഖ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരട്ടെ. ആക്രമണങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും സംരക്ഷണം ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട ലോകത്തിൽ നിന്ന് മുക്തരായി അവരുടെ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. ഞങ്ങളുടെ കണ്ണീർ സ്വർഗത്തിലെത്തിയാൽ അവ നിങ്ങളോട് പറയും, നിങ്ങൾ ഒരിക്കലും അമ്മ മറക്കില്ല എന്ന്. നിങ്ങളുടെ അസ്തിത്വത്തിന് വിലയുണ്ടായിരുന്നു, നിങ്ങളുടെ ആത്മാവിനും. വീണ്ടും കാണും വരെ നിങ്ങളെ ഈ അമ്മ ഹൃദയത്തിൽ സൂക്ഷിക്കും. കുഞ്ഞാറ്റ, അമ്മ ലവ്സ് യു ടു മൂൺ ആൻഡ് ബാക്ക്. അവസാനത്തെ വരികൾ അവരനുഭവിക്കുന്ന വേദനയുടെ ആഴം വ്യക്തമാക്കാൻ അതിലും വലിയ വാക്കുകൾ വേറെയില്ല. ഈ കുറിപ്പിലെ ആ അവസാന വാചകം ലവ്സ് യു ടു മൂൺ ആൻഡ് ബാക്ക്. എന്തുകൊണ്ടാണ് അവർ ആ വാചകം പ്രയോഗിച്ചത്? അവരത് എഴുതാൻ ഒരു കാരണമുണ്ട്. ലോകം മുഴുവൻ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി മാറിയ വാക്കുകളാണത്. ലവ്സ് യു ടു മൂൺ ആൻഡ് ബാക്ക്. 1994 സാം ബക്ബ്രട്ട്നി എഴുതിയ ഗസ് ഹൗ മച്ച് ഐ ലവ് യു എന്ന പുസ്തകം അഗാധമായ സ്നേഹവും സുരക്ഷിതത്വവും സന്നിവേശിപ്പിച്ച കുഞ്ഞുങ്ങളുടെ പുസ്തകമാണ്. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നൂഹിക്കൂ എന്ന ചോദ്യം, എന്ന പറച്ചിൽ നമ്മുടെ ഉള്ളിലുള്ള ആ വികാരം വലിയൊരു കഥയിലൂടെ ആഴത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അത് ചോദിക്കുകയാണ്. ബ്രിട്നി ആ ചോദ്യം ഉന്നയിക്കുകയാണ് ചെയ്തത്. വിശ്വസിച്ചയാളുടെ ചതിക്കിരയായി ഗർഭത്തിൽ ചുമന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദനയായി ആ സ്നേഹം ദശകങ്ങൾക്ക് ശേഷം കേരളത്തിൽ ആവർത്തിച്ചു. ഒരു സ്ത്രീ പീഡകനെതിരായ ഒരു മുദ്രാവാക്യമായി അത് പരിണമിച്ചു. അതേ വാചകം മുഖ്യമന്ത്രി തന്നെ കപ്പിലെഴുതി ഉയർത്തിപ്പിടിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും MLA ആയി തുടരുന്നു. അദ്ദേഹത്തെ MLA ആക്കിയ പാർട്ടി അയാളെ പുറത്താക്കി എന്ന് പറഞ്ഞ് കൈകഴുകി അയാൾക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നു. ആ പദവിയുടെ ബലത്തിൽ നാണക്കേടുണ്ടാക്കുകയാണ് ജയിലിലിരുന്നു കൊണ്ട് ചെയ്യുന്നത്. രാജി ആവശ്യപ്പെടാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, അയാളെ അയോഗ്യനാക്കാനുള്ള സാധ്യതകൾ തേടുമ്പോൾ അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം പരിശോധിക്കാനും നടപടിയെടുക്കാനും നിയമസഭയ്ക്ക് ഒരു എത്തിക്സ് കമ്മിറ്റിയുണ്ട് എന്നിരിക്കെ അതിലേക്ക് സഭ കടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ VD സതീശൻ അത് ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്ത് അദ്ദേഹം രംഗത്ത് വന്ന സാഹചര്യം അതിശയിപ്പിച്ചു. ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല എന്ന് പറയുകയും രാജി ആവശ്യപ്പെടാതിരിക്കുകയും ചെയ്ത് ഇങ്ങനെ കോൺഗ്രസ് നിൽക്കുമ്പോൾ അയോഗ്യനാക്കാനുള്ള സാധ്യത എന്താണ് എന്ന് പരിശോധിക്കപ്പെടുമ്പോൾ അതിനെ എതിർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? മാത്രമല്ല, അങ്ങനെയൊരു നീക്കം ഉണ്ടായാൽ ചില ബദൽ നീക്കം നടത്തി തടയാനും അണിയറയിൽ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ. എന്തായാലും പ്രതിപക്ഷം രാഹുലിനെ ചുമന്ന് നടന്ന് ഇപ്പോൾ നിൽക്കുന്നയിടത്ത് നിന്ന് പടുകുഴിയിലേക്ക് ചാടുമോ എന്നതാണ് എൻ്റെ ആശങ്ക. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ മുഖപ്രസംഗമെങ്കിലും പ്രതിപക്ഷം വായിക്കണം. രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടാൻ എന്തിനാണ് അമാന്തം എന്ന് മാതൃഭൂമി ചോദിക്കുന്നുണ്ട്. ആ മുഖപ്രസംഗത്തിലെ പ്രസക്ത ഭാഗം ഞാൻ വായിക്കാം. രാഹുൽ ഇനി സഭയിൽ വേണ്ട എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗം. ഇങ്ങനെ എഴുതുന്നു: ഇപ്പോൾ അറസ്റ്റിലായതോടെ രാഹുൽ നിയമസഭാംഗമായി തുടരുന്നതിലെ നൈതികത സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുകയാണ്. രാഹുലിനെ MLA പദവിയിൽ നിന്ന് അയോഗ്യനാക്കുന്നതിനെക്കുറിച്ച് നിയമോപദേശം തേടുമെന്ന് AN ഷംസീർ നിയമസഭാ സ്പീക്കർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കേരള നിയമസഭയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ആദ്യ MLA ആകും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇത്തരമൊരു നടപടിക്ക് വിധേയനായി അങ്ങേയറ്റം നാണം കെട്ട് പുറത്തു പോകുന്നതിന് മുമ്പ് സ്വയമേവ നിയമസഭാംഗത്വം ഒഴിയാൻ അദ്ദേഹം തയ്യാറാകണം. നീതിപീഠമാണ് അന്തിമമായി തനിക്കെതിരായ ആരോപണങ്ങളുടെ ശരിതെറ്റ് നിർണ്ണയം
നിർണ്ണയിക്കേണ്ടത് എന്ന വാദത്തിൽ ഇനി രാഹുൽ കടിച്ചു തൂങ്ങേണ്ടതില്ല. MLA പദവിയുടെ വിലയോർത്തെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു പോകണം. ലൈംഗിക അതിക്രമ പരാതികളിൽ അതിജീവിതകളുടെ വാക്കിനാണ് വില. ആ വാക്കിന് ധാർമ്മിക ശക്തിയുണ്ട്. നീതിപീഠം നിയമപുസ്തകങ്ങളിലെ വാച്യാർത്ഥങ്ങളിൽ മുറുകെ പിടിച്ചാലും അതിജീവിതകളുടെ വാക്കിൻ്റെ മൂല്യം നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഈ നാടിൻ്റെ നിയമസഭയിൽ വേണ്ട എന്നാണ് മാതൃഭൂമി മുഖപ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം. ഒപ്പം കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടണം എന്നും മാതൃഭൂമിയുടെ മുഖപ്രസംഗം മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു നിർദ്ദേശമായി. ഈ സാഹചര്യമാണ് പ്രധാനമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അത് നേതൃത്വം രാജി ആവശ്യപ്പെടാതിരിക്കുന്നു എന്നുള്ളത് സംശയകരമാണ്. നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടികൾക്ക് ഓരോ ഘട്ടത്തിലും പിന്മാറി നിന്ന സമയത്തും ഒക്കെ സാമൂഹിക സമ്മർദ്ദം അല്ലെങ്കിൽ കോടതി വഴിയും പ്രതിഷേധങ്ങൾ വഴിയും ഒക്കെ രൂപപ്പെട്ട സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായി അവസാനത്തെ നടപടിയായിട്ടാണ് എടുക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു, അങ്ങനെ തന്നെയാണ് പുറത്താക്കിയതും ഒക്കെ അങ്ങനെയാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിൽക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഈ 2 പരാതികൾക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് വീണ്ടും മണ്ഡലത്തിൽ സജീവമായപ്പോൾ പാർട്ടിയുടെ DCC നേതാക്കളടക്കം അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയും പാർട്ടി മറ്റൊരു ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തി സഹായിക്കാനുള്ള സാധ്യതകൾ തേടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ പിന്നീട് കോൺഗ്രസിൻ്റെ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ദുർബലനായ സ്ഥാനാർത്ഥിയെ നേതൃത്വം നിർത്തി സഹായിച്ചു കൊടുക്കുകയും ചെയ്യാനുള്ള സാധ്യത, അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം മറ്റ് പ്രവർത്തനങ്ങളിൽ അവിടെ ഏർപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് ഈ 3ാമത്തെ പരാതി വരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് പറയുന്നത് സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കും എന്നാണ്. ഇനിയും നേതൃത്വം ഈ മട്ടിൽ പുറമേക്ക് അദ്ദേഹത്തെ തള്ളിപ്പറയുന്നു എന്ന ആഖ്യാനം ചമയ്ക്കാൻ ശ്രമിക്കുകയും യഥാർത്ഥത്തിൽ അതിന് വിപരീതമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ? അതിനു മാത്രം രാഹുലിന് മുതിർന്ന നേതാക്കൾക്ക് പോലും പേടിയുണ്ടാക്കുന്ന കാര്യം എന്താണ്? അതിൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ രാഷ്ട്രീയ സാധ്യത എന്ന ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന് അപ്പുറത്ത് ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട CPMൻ്റെ നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നത് ഏത് മട്ടിൽ കോൺഗ്രസ് വിശദീകരിക്കും എന്നുള്ള ചോദ്യം കൂടി വരികയാണ്. അതിനിടെ രാഹുലിന് പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നതും നേതൃത്വത്തിൻ്റെ നിലപാടിൽ സംശയമുണർത്തുന്നതാണ്. പാലക്കാട് മുതൽ പത്തനംതിട്ട വരെയുള്ള പല നേതാക്കളും വിജയിച്ചെത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും അടക്കം പിന്തുണയുമായി നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ ജയിലിൽ രാഹുലിനെ സന്ദർശിക്കാനും പോയ ചിത്രമടക്കം ഇന്ന് പത്രങ്ങളിൽ വാർത്തയുണ്ട്. പത്തനംതിട്ടയിൽ രാഹുലിനെ പിന്തുണച്ചതിന് CPI പുറത്താക്കിയ ശ്രീനാദേവി കുഞ്ഞമ്മ പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച ആളാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട പത്തനംതിട്ടയിൽ ഒരു കോൺഗ്രസിൻ്റെ നേതാവായി മാറി നിൽക്കുന്ന ആളാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ അവനൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിൽ പ്രഖ്യാപനം നടത്തി രംഗത്ത് വന്നു. ലൈവിൽ വിശദാംശങ്ങളും പറഞ്ഞു. രാഹുലിനെതിരായ ആദ്യ ബലാത്സംഗ പരാതിയിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് കോടതി തന്നെ സംശയിച്ച സാഹചര്യം മുന്നോട്ട് വെച്ചാണ് അവർ ന്യായീകരണം ചമയ്ക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: 3ാമത്തെ പരാതിയിൽ ചെരുപ്പ് വാങ്ങി നൽകിയെന്നും ഫ്ലാറ്റ് വാങ്ങാൻ ശ്രമിച്ചു എന്നുമുള്ള മൊഴിയിൽ സംശയമുണ്ട്. സ്ത്രീകൾ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകണം. സത്യം പുറത്തു വരുന്നതുവരെ ക്രൂശിക്കരുത്. കഥകൾ പടച്ചുണ്ടാക്കുന്നത് പരിശോധിക്കപ്പെടണം. ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം ഇരയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും കുറ്റാരോപിതനെ ന്യായീകരിച്ചും കോൺഗ്രസിൻ്റെ തന്നെ ഈ പ്രമുഖ നേതാവ് വിശദീകരണം നടത്തുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുക. അവർ ഒരു സ്ത്രീ കൂടിയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയ്ക്കപ്പുറത്ത് പ്രധാനപ്പെട്ട ഒരു സ്ത്രീപക്ഷ നിലപാടെടുക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്ന ആളുമാണ്. ഈ സാഹചര്യമാണ് കോൺഗ്രസിലുള്ളത്. ഇതിന് പിന്നാലെയാണ് MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യത കൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് വന്നത് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം കേസിലെ കോൺഗ്രസിൻ്റെ നിലപാട് സംശയത്തിലേക്ക് നമ്മളെ എത്തിക്കും. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനം. യഥാർത്ഥത്തിൽ ഉള്ളിലൊന്ന് ഒരു തീരുമാനം എടുക്കുക, പുറത്തൊന്ന് പറയുക എന്നുള്ളതാണ്. ഇതിന് മറികടക്കാൻ, ചോദ്യങ്ങളിൽ നിന്ന് മറികടക്കാനുള്ള ഒരു മാർഗമായി അവർ കണ്ടെത്തുന്നത് ഞങ്ങൾ പുറത്താക്കിയതാണ്, അതുകൊണ്ട് ഒന്നും മിണ്ടൂല എന്നുള്ള നിലപാടാണ്. ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിൽ തന്നെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിയമത്തിൻ്റെ വഴിയിലൂടെ നടക്കട്ടെ, സത്യം തെളിഞ്ഞു വരട്ടെ എന്നാണ് പറയുന്നത്. അല്ല, സത്യം ആരുടേതാണ് എന്ന് പറയുന്നില്ല. വേണ്ടി വന്നാൽ അത് രാഹുലിൻ്റെ സത്യമായിരിക്കും തെളിഞ്ഞു വരേണ്ടത്, അല്ലെങ്കിൽ അത് ജനങ്ങളുടെ സത്യമായിരിക്കും, പരാതിക്കാരുടെ സത്യമായിരിക്കും എന്ന് ആർക്കും ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം. രാഹുൽ വേണമെങ്കിൽ ഷാഫിക്ക അങ്ങനെ പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് വ്യാഖ്യാനിച്ചോട്ടെ, രാഹുൽ ആരാധകരും അങ്ങനെ വ്യാഖ്യാനിച്ചോട്ടെ, പൊതുമധ്യത്തിൽ വന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യാം. ഇതാണ് ഷാഫിയുടെ തന്ത്രം. ഇതേ തന്ത്രമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വവും ഇപ്പോൾ സ്വീകരിക്കുന്നത്. രാഹുലിനെതിരായ നീക്കങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ എടുത്തു എന്ന് പറയുക. എന്നാൽ എന്താണ് നടപടി എടുക്കേണ്ട സാഹചര്യങ്ങളിൽ നിലപാട് എന്നുള്ളത് നോക്കുമ്പോൾ ഉള്ളിലെ പൊള്ളത്തരം വ്യക്തമാകുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ എന്താണ് ഇനിയുള്ള നിലപാടുകൾ എന്ന് നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കാം എന്ന് മാത്രം. നന്ദി, നമസ്കാരം.